68 കിലോയിൽ നിന്നും 58 കിലോയിലേക്കുള്ള എൻ്റെ ഒരു ജേണിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 3 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായി സംഭവിച്ച ഒന്നായിരുന്നില്ല. വേണമെന്ന് വിചാരിച്ച് ഞാൻ വണ്ണം കുറച്ചതും ആയിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വണ്ണം കുറച്ചത്, എങ്ങനെയാണ് ഞാൻ വണ്ണം കുറച്ചത്, ഈ കാര്യങ്ങളെല്ലാമാണ് വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വണ്ണം എന്ന് പറയുന്നത് 68 കിലോയുടെ അടുത്തായിരുന്നു. പലരും എന്നോട് പറയാതെ അജയ് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ചബ്ബിയാണ്, കാണാൻ അടിപൊളിയാണ് എന്നുള്ള ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്. അത് കാരണം തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുമില്ല ഗൈസ്. ആ ടൈമിലായിരുന്നു കോവിഡ് ഒക്കെ വരുന്നത്. കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കോവിഡിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ആ സമയത്താണ് ഡോക്ടർ എൻ്റെ ബ്ലഡ് റിസൾട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എന്നോട് പറയുന്നത്, മോനെ നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കൊളസ്ട്രോൾ ലെവൽസ് ഭയങ്കര കൂടുതലാണ്, എൻ്റെ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലാണ്, സ്ട്രെസ് എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുണ്ട്. ഈ ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് ശരിക്കും മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് ആക്ച്വലി ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു മോണിറ്റർ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉറക്കം പ്രോപ്പർ ആയിരുന്നില്ല. ഉറങ്ങുമ്പോൾ സ്നോർ ചെയ്യാറുണ്ട്, കൂർക്കം വലിക്കാറുണ്ട്. ദുബായിൽ വന്ന ഒരു ടൈമിൽ ഞാൻ ഒരു റൂമിൽ ബാച്ചിലർ അക്കോമഡേഷനിൽ നിന്നിട്ട് എന്നെ ആ റൂമിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് കൂർക്കം വലി കാരണം. അപ്പൊ ഒന്നും ഞാനിതൊരു സിവിയർ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് വിചാരിച്ചിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ശരിക്കും ഒരു ഹെൽത്ത് കണ്ടീഷനാണ്. നമ്മളത് അവെയർ ആവുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇതൊരു പ്രശ്നമാണെന്നുള്ളത്. അപ്പൊ ഡോക്ടറിന്റെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്വൈസ് കിട്ടി. ഇങ്ങനത്തെ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ ഹെൽത്തിന് എങ്ങോട്ടാണ് പോവുക, ചിലപ്പോൾ അധിക കാലം നിനക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊക്കെ നിനക്ക് എത്താം എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ അതൊരു വെളിപാടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഗൈസ് ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. ബട്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ചാലഞ്ച് ആയിരുന്നു. കാരണം എനിക്ക് ആ ടൈമിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഫുഡായിരുന്നു. ഫുഡ് റിവ്യൂസ് ആയിരുന്നു. ഞാൻ ആ ടൈമിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ നോക്കിയറിയാം, ലോങ്സ്റ്റ് പിസ്സ ചലഞ്ച്, പിന്നെ ഹോട്ടലിൽ പോയിട്ടുള്ള ഫുഡ് റിവ്യൂസ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞാൻ ആ ടൈമിൽ ചെയ്തിരുന്നു. അത് കാരണം തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഫുഡിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്ത് ആണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നും ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം, യാതൊരു എന്താ പറയാ വണ്ണം കുറയ്ക്കുന്ന പ്രോഗ്രാമുകളിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലോ ഒന്നും ഞാൻ ചേർന്നിട്ടില്ല. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. വേറെ ആൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും വരാം. ഞാൻ ആകെ 3 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതെന്താന്നുള്ളത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇതിന്റെ താഴെ വന്നിട്ട് ഭയങ്കര ഹെൽത്ത് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 80% ആൾക്കെങ്കിലും ഇത് വർക്ക്ഔട്ട് ആവേണ്ടതാണ് ഞാൻ ചെയ്ത രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിക്കോ ഗൈസ്. നിങ്ങൾ വില കൂടിയ ഒരു ട്രീറ്റ്മെന്റിലേക്കും സംഭവങ്ങൾക്കൊക്കെ പോകുന്നതിനേക്കാൾ മുൻപ് ഇങ്ങനത്തെ ചെറിയൊരു സംഭവം അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇതൊരു ഹെൽത്ത് അഡ്വൈസ് ആയിട്ട് ആരും എടുക്കേണ്ട, എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. ഇതിന്റെ താഴെ വന്ന് ആരും പൊങ്കാലിടാനും പോണ്ട. ഐ ഡോണ്ട് കെയർ, അത് വേറെ കാര്യം. ഓക്കെ, പോയിന്റ്സ് എല്ലായത്തെ പോലും ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാനിപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഡയറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ലഞ്ച് സ്കിപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിരുന്നു, ലഞ്ച് ഞാൻ കഴിച്ചിരുന്നു, ഡിന്നർ ഞാൻ കഴിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള സ്നാക്കുകൾ എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു. ജങ്ക് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. ഫ്രൈഡ് ഫുഡുകൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഞാൻ ഉപയോഗിക്കാണ്ടായി. അതിനൊക്കെ പകരം എനിക്ക് എന്താ പറയാ, ഇതൊക്കെ ഞാൻ സാക്രിഫൈസ് ആയിട്ടല്ല ചെയ്യുന്നത്. ഇതിനൊക്കെ എനിക്ക് വേറെ എന്തോ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയും, കിട്ടണം എനിക്ക് കറക്റ്റ് ആയിട്ട്. ഇതിനൊക്കെ കോംപ്ലിമെന്റ് ആയിട്ട് വേറെ സംഭവം എൻ്റെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഗ്രിൽഡ് അല്ലെങ്കിൽ ബേക്ക്ഡ് സംഭവങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. ഗ്രിൽഡ് ഫിഷുകൾ, അത് വീട്ടിലാട്ടോ, പുറത്തുനിന്നുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. വീട്ടിൽ തന്നെ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ഞാൻ മാറി. അതുപോലെ തന്നെ ഞാൻ മട്ടനും ബീഫും ഒഴിവാക്കിയിട്ടോ കംപ്ലീറ്റ് ആയിട്ട്. പകരം ചിക്കനും ഫിഷും മാത്രമാണ് എൻ്റെ നോൺ വെജ്, പിന്നെ മുട്ടയും, അതാണ് എൻ്റെ നോൺ വെജ് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പച്ചക്കറികൾ അതിനു മുമ്പ് കഴിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ പച്ചക്കറികൾ ഒരുപാട് കഴിക്കാനായിട്ട് തുടങ്ങി. അതും ഈ ഒരുപാട് ഓയിലിൽ കുക്ക് ചെയ്ത പച്ചക്കറികൾ പരമാവധി ഞാൻ ഒഴിവാക്കും. അങ്ങനത്തെ സംഭവങ്ങൾ ഓയിലിന്റെ യൂസേജ് പരമാവധി ഞാൻ കുറയ്ക്കും. യൂസ് ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിൽ മാത്രം, അതും ഇത്തിരി പേരിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി സംഭവങ്ങളിൽ നിന്നും
പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ മറ്റേ ഓട്സ് പരിപാടി പിടിച്ചു. ഓട്സ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശം സംഭവമല്ല കേട്ടോ. ഞാൻ ആദ്യം ഭയങ്കര മോശമായിരിക്കും വിചാരിച്ചത്. ഓട്സും കെർഡും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും സംഭവങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. പേരിന് ഞാൻ ഹണിയും അതിൻ്റെ അകത്ത് ഒഴിക്കാറുണ്ട്. അതായിരിക്കും മിക്ക ദിവസങ്ങളിലും എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് റിപ്പീറ്റേറ്റീവ്, എല്ലാ ദിവസവും അത് തന്നെ വരുമ്പോൾ നമുക്കൊരു ബോറടി എന്ന് പറഞ്ഞ സംഭവം വരില്ലേ. പക്ഷെ എനിക്കിത് വരാറില്ല ഗൈസ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ആവാൻ കാത്തിരിക്കും. ഇതിന് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. ഓട്സിൻ്റെ അകത്ത് ഫ്രൂട്ട്സും ഹണിയും ഒഴിച്ച് കഴിക്കുക എന്ന് പറയുന്നത്. ക്യുക്കർ ഓട്സ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ആ ഒരു സംഭവമായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വണ്ണം ഒന്ന് കുറയുന്നത് വരെ. അത് ഒരുവിധം കുറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദോശ, ഇഡ്ഡലി സംഭവങ്ങളിലേക്കൊക്കെ കടന്നു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നതെന്ന് പറയുന്നത് നോർമൽ ചപ്പാത്തിയാണ് കഴിക്കാറ്. പലരും പറയും ചപ്പാത്തി ഹെൽത്തി അല്ലാന്ന്. ബട്ട് ചപ്പാത്തി എന്തെങ്കിലും ഒരു വെജ് കറി, അതും ഓയിൽ വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു വെജ് കറി ഉപയോഗിക്കാറ്. അതെന്ന് വെച്ചാൽ മാക്സിമം 2 ചപ്പാത്തി ഞാൻ കഴിക്കാറുള്ളൂ. അത് ചെറിയ ചപ്പാത്തിയാണ്, വലുത് കഴിക്കാറില്ല. പിന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞത് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ. അതാണ് എൻ്റെ ഉച്ചക്കലത്തെ പരിപാടി എന്ന് പറയുന്നത്. രാത്രി ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗ്രിൽഡ് ഫിഷ് കഴിക്കും, ചിലപ്പോൾ ഗ്രിൽഡ് ചിക്കൻ കഴിക്കും. അങ്ങനത്തെ എന്തെങ്കിലും നോൺ വെജ് സംഭവങ്ങൾ പിടിക്കാനായിട്ട് നോക്കും. എയർ ഫ്രയറിലായിരിക്കും ചിലപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഗ്രില്ലിലായിരിക്കും ഉണ്ടാക്കുന്ന. അങ്ങനത്തെ കുറച്ച് പരിപാടികളായിരിക്കും രാത്രിയിലേക്ക് പിടിക്കുന്നത്. റൈസ് പരമാവധി ഞാൻ ഒഴിവാക്കാനാണ് നോക്കാറുള്ളൂ. രാത്രിയും ഞാൻ റൈസ് കഴിക്കാറില്ല. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ജങ്കുകളെല്ലാം ഒഴിവാക്കി, ഫ്രൈഡ് ഫുഡ്സ് എല്ലാം ഒഴിവാക്കി, കേക്ക്, ബേക്കറി ഐറ്റംസ്, ലഡ്ഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. ബട്ട് ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി യൂസ് ടു ദാറ്റ്. ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ. ഭയങ്കരമായ പോർഷൻ ഒന്നും കഴിക്കാറില്ല, ആവശ്യത്തിന് മാത്രം കഴിക്കുക. വയറിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് തന്നെ ഒരു ലൈറ്റർ ഫീൽ വരും കേട്ടോ. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഹെൽത്തി ആവുക എന്നുള്ളത്. രണ്ടാമത്തത് ഇതിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമായിരുന്നു എക്സസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജിമ്മിൽ പോയിട്ട് ഭയങ്കരമായ പുഷപ്പ്, പുള്ളപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ശരീരപ്രകൃതി ആയിരിക്കില്ല എല്ലാവർക്കും അത് വർക്ക് ആവണം എന്നില്ല. ബട്ട് ഞാൻ ചെയ്തത് ജസ്റ്റ് 30 മിനിറ്റ് വാക്കിംഗ്, അത്യാവശ്യം സ്പീഡിൽ നല്ല രീതിയിൽ നടക്കുമായിരുന്നു. 30 മിനിറ്റേ ഞാൻ നടക്കാറുള്ളൂ. എല്ലാ ദിവസവും മുടങ്ങാതെ, ശനി ഞായർ റെസ്റ്റ് ഒന്നുമില്ല, ആഴ്ചയിൽ ഒരു ദിവസം അവധി, ആ പരിപാടിയൊന്നുമില്ല. കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും ഞാൻ നടക്കുമായിരുന്നു. അതിനുശേഷം ബാക്കി 15 മിനിറ്റ് ഫിസിക്കൽ എക്സസൈസുകൾ, അതായത് വെയിറ്റ് എടുക്കുക അങ്ങനത്തെ പരിപാടികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൈവൊക്ക, കാലുവൊക്ക, ഇങ്ങനെ തൊട, അങ്ങനെ തൊട, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ. ഇങ്ങനെ തൊട, അങ്ങനെ തൊടയോ അങ്ങനത്തെ കുറച്ച് ചെറിയ ആവുന്ന രീതിയിലുള്ള ചെറിയ പരിപാടികൾ. നിങ്ങൾക്ക് എന്താ പറയുക, ഓൺലൈനിൽ നോക്കിയാൽ അറിയാൻ പറ്റും. കുറേ ചെറിയ നല്ല എക്സസൈസുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല എക്സസൈസ്, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇങ്ങനെ ഒരു 50 പ്രാവശ്യം കാണിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയും. കൈമ ഇങ്ങനെ അടിക്കുന്നത് നല്ലതാണെന്ന് പറയും. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നോർമൽ എക്സസൈസ്, അത് ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്. 15 മിനിറ്റിൽ ഞാൻ തീർക്കും. അങ്ങനെ ഒരു 3/4 മണിക്കൂർ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ വെയിറ്റ് നോക്കാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. പക്ഷെ പതുക്കെ അത് കുറയുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് വരും, നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ വരും അത് ചെയ്യാനായിട്ട്. കുറയാതിരിക്കുന്നതുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് നോക്കാം. അത് ആദ്യമൊക്കെ കുറഞ്ഞോ എന്നറിയാൻ വേണ്ടി നോക്കിയിരുന്നത്. പിന്നെ ഞാൻ ആ ഒരു സംഭവം നമ്മൾ മൈൻഡിൽ നിന്ന് പോകും. ഓക്കെ, ഇന്ന് വെയിറ്റ് ഇതാണ്, ഫൈൻ, നാളെ കുറച്ചുകൂടി കൂടെ എന്താന്ന് വെച്ചാൽ അതുപോലെ ആവട്ടെ എന്നുള്ള രീതി എല്ലാ ദിവസവും വെയിറ്റ് നോക്കും, നമ്മൾ ഐഡിയൽ വെയിറ്റിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഉറക്കം. യെസ്, ഉറക്കം എൻ്റെ തോന്നിയവാസമായിരുന്നു. ഇഷ്ടം പോലെ സമയം ഞാൻ രാത്രിയിലൊക്കെ ഇരിക്കും, അങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു രാത്രി ഇരിക്കാറ്. സിനിമയൊക്കെ കാണും രാത്രി ഒത്തിരി നേരം, 12 മണി, 1 മണി, ചിലപ്പോൾ 1:30, 2 മണിക്കൊക്കെ കിടന്നുറങ്ങാറ്. എന്നിട്ട് 4 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും എഴുന്നേൽക്കുക. ഈ വെയിറ്റ് ലോസ് പരിപാടികളൊക്കെ പിടിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കം കൃത്യമായിട്ടൊരു 6 to 7 hours, എനിക്ക് മാക്സിമം 7 മണിക്കൂർ പിടിക്കുക എന്നുള്ള രീതിയിലാണ്. 11 മണിക്കായിരിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങാം. അതെന്ന് വെച്ചാൽ 11 പോയി കട്ടുമ്പോൾ കിടക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 10:30, 10:45 ആകുമ്പോഴേക്കും കട്ടി കിടന്നിട്ടുണ്ടാവും ഉറങ്ങാനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട്. 12, 1, 2, 3, 4, 5, 6, 7.5 മണിക്കൂറിന്റെ അടുത്ത് ഉറക്കം കിട്ടും. രാവിലെ 6:30 ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. അപ്പൊ അത്രയും നേരം എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അത് ആക്ച്വലി പിറ്റേ ദിവസത്തിൽ ഭയങ്കര റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ എനർജി ലെവൽസ് ഭയങ്കര കൂടും. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന നേരത്തുള്ള ഒരു ക്ഷീണം അത് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ചിട്ട ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉഷാറിൽ എഴുന്നേൽക്കാനായിട്ട് പറ്റും. ആക്ച്വലി നമുക്ക് അത്ര നല്ല സ്ലീപ്പ് കിട്ടുന്നുണ്ട്. ബട്ട് ഇത് ആദ്യത്തെ കുറച്ച് ദിവസം ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരാഴ്ചയൊക്കെ എടുക്കും നിങ്ങൾക്ക് ഇതൊന്ന് സെറ്റായി വരെ. എനിക്ക് എടുത്തിരുന്നു ടൈം. കാരണം തിരിഞ്ഞും അങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടന്നിട്ട് ടൈം എടുക്കുന്നേ ഉറങ്ങാനായിട്ട്. നമുക്ക് ശീലമല്ലല്ലോ. ബട്ട് അതൊന്ന് ശീലമായി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണത്. ഇപ്പോൾ രാത്രി
11-നുള്ളിൽ. ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ഞാൻ രാത്രി 9:30 വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. അത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫുഡ് ലൈറ്റായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ അന്നത്തെ ദിവസം നന്നായിട്ട് കുറച്ച് പണിയും എടുത്താൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നോളും രാത്രിയിലേക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ചെയ്തത്. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി എന്നോട് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞിരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്, സ്ട്രെസ് മാനേജ്മെൻറ്റ്. അത് 100% എനിക്ക് അപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ മേ ബി ഒരു 60-70% മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പുസ്തകങ്ങൾ വരെ ഞാൻ വായിച്ചിട്ടുണ്ട് ഗൈസ്, ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് കുറയ്ക്കാനായിട്ട്. പുസ്തകം വായിക്കും, ഒരു 2-3 ദിവസം മോട്ടിവേഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ നിലയിലേക്ക് എത്തും. പണ്ടൊക്കെ എക്സ്ട്രീം ആയിരുന്നു സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഓഫീസിലത്തെ കാര്യങ്ങൾ ഓർത്ത് മാത്രമായിരിക്കില്ല കേട്ടോ സ്ട്രെസ്, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും സ്ട്രെസ്. ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വരെ ഞാൻ സ്ട്രെസ് അടിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഐ ഗോട്ട് ഇറ്റ് ഹെറിഡിറ്ററി. ഫാമിലി പരമായി ഞങ്ങളൊരു സ്ട്രെസ്ഫുൾ ഫാമിലിയാണ് ഗൈസ്. അങ്ങനെ കിട്ടിയതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പോൾ പണ്ടത്തേക്കാളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്ട്രെസ് നമ്മുടെ ഹാർട്ടായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രെസ് അടിക്കാൻ പാടില്ല, ഹാർട്ടിന് അത് ബുദ്ധിമുട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഗൈസ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട്. 1.5-2 വർഷം ഒക്കെ ആയിട്ട് ഈ ഒരു 2-3 വർഷമൊക്കെ ആയിട്ടും തോന്നുന്നു ഈ ഒരു വെയിറ്റിൽ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ല 58 കിലോ, അത് 57 ആവും, 58 ആവും, 59, ഈ 3 റേഞ്ചിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. നാട്ടിലൊക്കെ ചെല്ലുമ്പോഴാട്ടോ അത് 59 ആവാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ എന്ന് വെച്ചാൽ 58, 57.5 ആ ലെവലിൽ നിൽക്കും. ഇത് ഐഡിയൽ വെയിറ്റ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് എന്നെ കാണുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളോട് സ്നേഹക്കൂടുതലുള്ള കുറേ പേര് ചോദിക്കും, എടാ നിനക്ക് എന്താ പറ്റിയത്, ഭയങ്കര ക്ഷീണിച്ചല്ലോ, വല്ല അസുഖമാണോ, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് എന്താ, പണ്ടത്തെ നീയായിരുന്നു അടിപൊളി. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ പണ്ടത്തെ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കും അവരുടെ അടുത്ത്. അവസാനം ഒരു എന്തൊക്കെ പറഞ്ഞാലും പണ്ടത്തെ നിന്നെ കാണാൻ അടിപൊളി, അങ്ങനെ കുറച്ചെങ്കിലും ആവാൻ നോക്ക് എന്ന് പറയും. ഇത് സ്നേഹക്കൂടുതലുകൊണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ ആരും പറയുന്നതും കേൾക്കണ്ട. നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് എന്ന് തോന്നുന്നത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, നിങ്ങളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നോ ആ രീതിയിൽ മുന്നോട്ട് പോവുക. വണ്ണം കുറയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല. പക്ഷെ ഹെൽത്തിയായി ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി. ഇതിൽ വേറെ യാതൊരു സംഭവങ്ങളും ഇല്ല. ഞാൻ റെഫർ ചെയ്ത കുറേ കാര്യങ്ങളും എനിക്ക് ഡോക്ടേഴ്സ് തന്ന അഡ്വൈസും വെച്ച് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ്, ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ അഡ്വൈസുകൾ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കരുത്, കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കരുത്. ഇഷ്ടപ്പെട്ട് വേണം ഇത് ചെയ്യാൻ, എങ്കിൽ ഭാവിയിൽ നിങ്ങൾ കഷ്ടപ്പെടില്ല. പക്ഷെ എൻ്റെ പ്രാസങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടല്ലേ, എനിക്കങ്ങനെ തോന്നാറുണ്ട്, ഒരു വൈബാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ മറ്റേ ഹൈപ്പ്, ഇത്തരം സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കയറും നമ്മുടെ വീഡിയോ. അപ്പോൾ ഒന്ന് നോക്കി നോക്കട്ടോ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.